കൺസ്ട്രക്ഷൻ ജോലിക്കാരനായ ഇവന് നിർമ്മാണ സ്ഥലത്ത് വെച്ച് അപ്രതീക്ഷിതമായി ഒരു $100 നോട്ട് കിട്ടി. അതിന്റെ തൊട്ടടുത്ത ഷെൽഫിൽ നിറയെ പണക്കെട്ടുകൾ കണ്ടതോടെ അവനാകെ അമ്പരന്നു. എന്നാൽ പണം എങ്ങനെ കൈക്കലാക്കുമെന്ന് ആലോചിക്കുന്നതിനിടയിൽ ജോലി സമയം കഴിഞ്ഞെന്ന് സഹപ്രവർത്തകൻ വന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ ആ അറ ഒരു മരപ്പലക കൊണ്ട് മറച്ചുവെച്ച് ഒന്നും അറിയാത്ത പോലെ പുറത്തിറങ്ങി. എന്നാൽ 2 മണിക്കൂറിനുള്ളിൽ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിക്കാൻ പോകുന്നതിനാൽ തന്നെ പിന്നീട് വന്ന് എടുക്കാൻ കഴിയില്ലായിരുന്നു. മറ്റു രക്ഷയില്ലാത്ത അവൻ പണം കൈക്കലാക്കാൻ തീരുമാനിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രഹസ്യമായി അകത്ത് കടന്ന് അവൻ ആ പണവുമായി ഒരു മുറിയിൽ കയറി ഒളിച്ചു. അത് മൊത്തം എണ്ണിക്കഴിഞ്ഞപ്പോൾ 3 ബാഗുകളിലായി $3 മില്യൺ ഉണ്ടായിരുന്നു. തന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് കരുതിയ നിമിഷം പെട്ടെന്നാണ് അടുത്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അത് ആരോ വന്ന് മതിലൊക്കെ തകർത്ത് പണം തിരയുകയായിരുന്നു. അത് കണ്ടതോടെ അവനാകെ പരിഭ്രാന്തിയിലാവുകയും പണമെടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്റ്റെയർകേസിലൂടെ മറ്റൊരാൾ മുകളിലേക്ക് വരുന്നത് കണ്ടു. എവിടെയെങ്കിലും ഒളിക്കാമെന്ന് കരുതി അവൻ തിരികെ നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു പൈപ്പിൽ കാൽ തട്ടി ശബ്ദമുണ്ടായി. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞതോടെ മറ്റു രക്ഷയില്ലാതെ അവൻ പണം ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെച്ചു. എതിരാളിക്ക് എന്തോ സംശയം തോന്നി അവന്റെ പിറകെ വന്നതും അവൻ പെട്ടെന്ന് ഒരു കർട്ടന് പിന്നിൽ ഒളിച്ചു. അവസാനം ഒരു വിധത്തിൽ അവൻ രക്ഷപ്പെട്ടെങ്കിലും പണം മോഷ്ടിച്ചത് സുഹൃത്താണെന്ന് കരുതി തന്റെ സുഹൃത്തിനെ ഗുണ്ടാസംഘം പിടികൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പണം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അവർ ചോദിച്ചെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്ന് അവൻ പറഞ്ഞു. അവർ അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു. തന്റെ സുഹൃത്ത് തനിക്ക് വേണ്ടി അറിയാത്ത കാര്യത്തിൽ വേദന സഹിക്കുന്നത് കണ്ട അവൻ അവസാനം സത്യം തുറന്നു പറയാൻ മുന്നോട്ട് വന്നു. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.